നമ്മുടെ ഗ്രാമീണ ജനവിഭാഗങ്ങളിൽ പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം. പ്രധാന പരിഗണന നൽകിയിരുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നോ മുകളിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണമെന്നുള്ളതും നേരത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമാണ്. ഒന്നാം UPA ഗവൺമെന്റ് കാലം മുതൽ BJP ഗവൺമെന്റ് കാലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുന്ന തുകയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ നിശിതമായി വിമർശിക്കുകയും കേരളത്തിന് അർഹമായ വിഹിതം ലഭ്യമാക്കുക എന്ന ആവശ്യം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് 60:40. 60% ഈ പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും എന്ന നിലപാടിലേക്ക് BJP ഗവൺമെന്റ് കൊണ്ടുവന്നു ഈ പദ്ധതിയെ. ഈ നിലപാടിനോട്, കേന്ദ്രത്തിന്റെ ഈ നിലപാടിനോട് UDF ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? ഇതാണ് ഒരു പ്രശ്നം. UDF ഗവൺമെന്റ് ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലോ ബഡ്ജറ്റ് അവതരണ സന്ദർഭങ്ങളിലോ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ UDF ഗവൺമെന്റ് എതിർത്തില്ല.